ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പിണറായി വിജയൻ സർക്കാരും ഇടതുപക്ഷവും കൂടുതൽ കുരുക്കിൽപ്പെടുകയാണോ? ആണെന്നാണ് പുതിയ സംഭവവികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചുവെന്ന കേസിൽ കൊല്ലം വിജിലൻസ് കോടതി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന് ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ്. കേസിൽ പത്മകുമാറിനുള്ള പങ്ക് തെളിയിക്കുന്ന രേഖകൾ അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയിരുന്നു. SIT ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലും പത്മകുമാറിൻ്റെ പങ്ക് സൂചിപ്പിക്കുന്നുണ്ട്. കേസിൽ പ്രതിയാക്കപ്പെടുക മാത്രമല്ല, അറസ്റ്റ് ചെയ്ത് റിമാൻഡിലായിട്ടും അദ്ദേഹം CPMൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ തുടരുന്നതാണ് പാർട്ടിയെ കൂടെ പ്രതിക്കൂട്ടിലാക്കുന്നത്. കേസിൽ അന്വേഷണം ആരംഭിക്കാൻ കൊച്ചി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞ ദിവസം കേന്ദ്ര അനുമതി ലഭിച്ചിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം കേസെടുക്കാനാണ് അനുമതി. നിലവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് സമാന്തരമായി ED അന്വേഷണം നടക്കുമെന്ന് ഏകദേശം വ്യക്തമായിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്വർണം വാങ്ങിയ ജ്വല്ലറി ഉടമ ഗോവർദ്ധനും സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയും ആസൂത്രിതമായാണ് സ്വർണ്ണക്കൊള്ള നടത്തിയതെന്ന് അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ പത്മകുമാർ അടക്കമുള്ളവരുടെ പങ്കെന്താണെന്ന് ഇതുവരെ പൂർണ്ണമായി വ്യക്തമായിട്ടില്ല. ഏറെ ബുദ്ധിമുട്ടിയാണ് പത്മകുമാർ ശബരിമലയിൽ നിന്ന് സ്വർണം കടത്താനുള്ള പദ്ധതി ഒരുക്കിയത്. തൻ്റെ കൈപ്പടയിൽ പിച്ചളപ്പാളി എന്നത് വെട്ടി ചെമ്പാക്കി ഒപ്പിട്ട് വൻ കൊള്ളയ്ക്കാണ് അദ്ദേഹം കളമൊരുക്കിയത്. തൻ്റെ കയ്യിൽ സ്വർണ്ണമുണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടും അതൊന്നും കാര്യമാക്കാതെ മുന്നോട്ടു പോയ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കമ്മീഷണറുമായ N വാസു അടക്കമുള്ളവർ. സത്യത്തിൽ ഇവരുടെയൊക്കെ പങ്കെന്താണെന്നാണ് അന്വേഷണ സംഘം ഇനിയും കണ്ടെത്താനുള്ളത്. A പത്മകുമാർ, N വാസു, മുരാരി ബാബു, KS ബൈജു, സുധീഷ്, ജയശ്രീ ഇങ്ങനെ തട്ടിപ്പിൽ ബന്ധമുള്ള ഉദ്യോഗസ്ഥരുടെ പട്ടിക നീളുന്നു. ഈ ഉദ്യോഗസ്ഥർ എന്തുകൊണ്ടാണ് തട്ടിപ്പിൽ ഉൾപ്പെട്ടിരിക്കുന്നത്, എന്താണ് ഇവരുണ്ടാക്കിയ നേട്ടം, ഇതൊന്നും ഇപ്പോൾ വ്യക്തമല്ല. വിജയകുമാറും പത്മകുമാറും ശങ്കർദാസും എല്ലാം ഉൾപ്പെട്ടിരിക്കുന്ന ദേവസ്വത്തിൻ്റെ ഭരണസമിതിയുടെ ഉത്തരവാദിത്തം എന്തായിരുന്നു? ബെല്ലാരിയിൽ നിന്നുള്ള ഗോവർദ്ധൻ ബാംഗ്ലൂരിൽ കഴിയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ചെന്നൈയിൽ കഴിയുന്ന പങ്കജ് ഭണ്ഡാരിക്കും സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നതിനോ സ്വർണം ഉണ്ടാക്കുന്നതിനോ മാത്രമാണോ പ്രവർത്തിച്ചിരുന്നത്? അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാനാകുമോ? ഇല്ല എന്നാണ് നിലവിലത്തെ അന്വേഷണം നൽകുന്ന സൂചന. ഇത്ര വലിയ ഒരു സംഘം ഉന്നത ഉദ്യോഗസ്ഥരും താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും ഇത്തരത്തിൽ തട്ടിപ്പുമായി സഹകരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും നേട്ടം ഏതെങ്കിലും തരത്തിൽ അവർക്ക് കിട്ടിയിരിക്കണം. അത് എന്താണ് എന്നാണ് അറിയാനുള്ളത്. 109 ഗ്രാം സ്വർണം തനിക്ക് കിട്ടിയത് ചെയ്ത പണിയുടെ കൂലിയായിട്ടാണെന്ന് പങ്കജ് ഭണ്ഡാരി ആവർത്തിച്ചിരുന്നു. ഈ സ്വർണം അന്വേഷണ സംഘത്തിന് അയാൾ കൈമാറുകയും ചെയ്തു. ബെല്ലാരിയിലുള്ള ഗോവർദ്ധൻ 475 പവൻ എടുത്തതിന് ശേഷം തുല്യമായ പണം DDയിലാക്കി ശബരിമലയ്ക്ക് തന്നെ നൽകിയെന്നാണ് പറയുന്നത്. പിന്നാലെ 22.7 ലക്ഷത്തിൻ്റെ സ്വർണ്ണമാലയും സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി ഇൻഷുറൻസും ഗോവർദ്ധൻ നൽകുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ സ്വർണം ഉപയോഗിച്ച് മറ്റാർക്കെങ്കിലും പത്മകുമാറിനോ N വാസുവിനോ എന്തെങ്കിലും നൽകാൻ ഇവർക്കായിരുന്നില്ല എന്ന് വ്യക്തം. ഈ സാഹചര്യത്തിൽ ഇവർക്കൊക്കെ ഉണ്ടായ നേട്ടം എന്താണ്? അതിന് ഉത്തരം പറയേണ്ടത് SITയാണ്. കട്ടിളപ്പാളിയും ദ്വാരപാലക പാളിയുമെല്ലാമായി തട്ടിപ്പിങ്ങനെ നീളുമ്പോഴും കുറ്റാരോപിതരിൽ പത്മകുമാർ അടക്കമുള്ളവരെ കൈവിടാനോ എന്നിട്ട് തള്ളിപ്പറയാനോ മുഖ്യമന്ത്രിയോ CPMോ തയ്യാറാവുന്നില്ലെന്ന് കൂടി ഓർക്കണം. കഴിഞ്ഞ ദിവസം കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷയിൽ ശബരിമലയിൽ നിന്ന് നടന്ന കൈമാറ്റങ്ങൾക്കെല്ലാം കൂട്ടുത്തരവാദിത്തമാണെന്നായിരുന്നു ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ ചൂണ്ടിക്കാട്ടിയത്. ഹൈക്കോടതി സ്വമേധയെടുത്ത കേസാണ്. ശബരിമലയിൽ നിന്ന് കടത്തിയ അമൂല്യ വസ്തുക്കളുടെ കണക്കെടുക്കാൻ കൊള്ളക്കാരുടെ മൊഴികൾ അടിസ്ഥാനമാക്കിയുള്ള കണക്കുകൾ മാത്രമാണ് നിലവിൽ SITയുടെ കണ്ടെത്തലുകൾ ഉള്ളതിലെന്ന് പറഞ്ഞാൽ അധികമാവില്ല. പോറ്റിയും ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും ചേർന്നാണ് കുറ്റകൃത്യം ആസൂത്രിതമായി നടപ്പിലാക്കിയതെന്നും ദേവസ്വം ബോർഡിലെ അധികാര കേന്ദ്രങ്ങൾ ഒത്താശ ചെയ്തുവെന്നും ആരോപണം ഉയരുമ്പോൾ ബെല്ലാരിക്ക് പുറത്ത് ഹൈദരാബാദിലേക്കടക്കം അന്വേഷണങ്ങൾ നീളേണ്ടതില്ലേ? പാളികളിൽ നിന്ന് നീക്കിയതിന് തുല്യമായ സ്വർണം ഗോവർദ്ധൻ അന്വേഷണ സംഘത്തിന് കൈമാറിയെന്ന് അന്വേഷണ സംഘം തന്നെ വെളിപ്പെടുത്തുന്നു. എന്നാൽ നീക്കിയ അതേ സ്വർണ്ണമാണോ തിരികെ എത്തിച്ചതെന്ന് ഇനിയും വ്യക്തമല്ല. ഹൈക്കോടതി ഉന്നയിച്ച സുഭാഷ് കപൂർ മോഡൽ തട്ടിപ്പ് നടന്നിട്ടില്ലെങ്കിൽ അവസാനം ഏതാനും ഗ്രാമുകളുടെ ഏറ്റക്കുറച്ചിലുകൾ മാത്രമാണെങ്കിൽ കേസിൻ്റെ നിലനിൽപ്പ് എന്താകും? രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ വിശദാംശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇതിനെല്ലാം അപ്പുറം നിലവിൽ ശബരിമലയിൽ എത്തിച്ചിരിക്കുന്ന പാളികളിൽ പകരം സ്വർണം പൂശിയിരിക്കുകയാണ് എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. ഈ സാഹചര്യത്തിൽ മലയിറക്കി കൊണ്ടുപോയ വസ്തുക്കൾ തന്നെയാണ് തിരിച്ചെത്തിച്ചതെന്ന് ഇനിയും വ്യക്തമാകേണ്ടതുണ്ട്. കുറ്റാരോപിതരിൽ നിന്ന് കണ്ടെത്തിയ സ്വർണം നേരത്തെ ദ്വാരപാലക പാളിയിൽ നിന്നും കട്ടിളപ്പാളിയിൽ നിന്നും നീക്കിയത് തന്നെയാണോ എന്നും ഉറപ്പാക്കണം. ശബരിമല കേവലം ഒരു ക്ഷേത്രമല്ല, അത് ജാതി മത വർഗ ഭേദമന്യേ ജനങ്ങൾ ബഹുമാനത്തോടെ കാണുന്ന ഒരു ആരാധനാലയമാണ്. അവിടെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. പൊതുസമൂഹം ഉയർത്തുന്ന ആശങ്കകൾ അന്വേഷണ സംഘവും സർക്കാരും ശരിയായി അഭിസംബോധന ചെയ്യുന്നില്ല എന്ന തോന്നൽ ശക്തമാണ്. 98-ൽ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞത് മുതൽ 2025 വരെയുള്ള എല്ലാ വിഷയങ്ങളും 4 ഘട്ടങ്ങളായി അന്വേഷിക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. നിലവിൽ 2 കേസുകളാണ് കോടതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പുറത്ത് നമ്മൾ അറിയുന്നതിനേക്കാൾ വലിയ പദ്ധതി നടപ്പിലായിട്ടുണ്ടെന്നും ഇപ്പോൾ കാണുന്നതിനേക്കാൾ പ്രതികൾ കേസിലുണ്ടെന്നുമാണ് വ്യക്തമാകുന്നത്. അടച്ചിട്ട കോടതിയിൽ നടക്കുന്ന വ്യവഹാരങ്ങളിൽ കോടതി കൃത്യമായ വിശദാംശങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. അന്വേഷണം ശരിയായ ദിശയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് അംഗീകരിക്കുന്നുമുണ്ട്.
ED അന്വേഷണത്തിലുള്ള വഴി തെളിയുന്നത് ഇതിനിടയിലാണെന്ന് കൂടെ മനസ്സിലാക്കണം. ഇടതുമുന്നണി ഭരിക്കുന്ന കാലത്ത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മറുപടി പറയേണ്ടത് ആരാണെന്ന ചോദ്യത്തിന് അത് കോൺഗ്രസ് ആണെന്നാണ് മറുപടി. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ കേരളത്തിൽ നടന്ന ശബരിമലയിലെ ഞെട്ടിപ്പിക്കുന്ന തട്ടിപ്പുകളിൽ ഉത്തരവാദിത്തം ആർക്കാണെന്ന ചോദ്യത്തിന് സോണിയാഗാന്ധിക്കെന്നാണ് മറുപടി. ഇങ്ങനെ എത്ര നാൾ ഇതൊക്കെ പ്രതിരോധിക്കാൻ ശ്രമിക്കും? തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിധിയെഴുത്തിലൂടെ കേരളത്തിലെ ജനങ്ങൾ മുഖ്യമന്ത്രിയോടും സർക്കാരിനോടും ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. തങ്ങളെ അങ്ങനെ കുറച്ച് കാണരുതെന്ന ഓർമ്മിപ്പിക്കൽ കൂടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം. കുറ്റാരോപിതരായാൽ കുറ്റവാളിയെന്ന് മുദ്ര കുത്തണമെന്ന അഭിപ്രായമില്ല. എങ്കിലും ആരോപണ വിധേയൻ മാത്രമല്ല, പ്രതി കൂടെ ആയിരുന്നിട്ടും പത്മകുമാറിനെതിരെ പാർട്ടി നടപടിയെടുക്കാത്തത് ദുരൂഹമാണ്. ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുക്കുകയും അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തുടർ നടപടികൾ ഉണ്ടാകുമോ എന്നും ഇപ്പോൾ വ്യക്തമല്ല. അതും പാർട്ടിയെയും സർക്കാരിനെയും കുഴയ്ക്കുന്ന പ്രശ്നമാണ്. പാർട്ടിയുടെ നിലപാടിൽ ചിലർക്കെങ്കിലും വേണ്ടി വെള്ളം ചേർക്കുന്നത് അത്ര ഗുണകരമാവില്ല എന്ന തോന്നൽ CPM-നകത്തും LDF-ലുമുണ്ട്. ഇത്തരം നിലപാടുകൾ കേരള സമൂഹം അംഗീകരിക്കാനും സാധ്യതയില്ല.